ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ല? അൽഹംദുലില്ലാഹ്, എനിക്കും കുടുംബത്തിനൊക്കെ സുഖമാണ്, റാഹത്താണ്, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. നിങ്ങളെല്ലാം ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനുകളും മുഅ്മിനാത്തുകൾക്കും വേണ്ടി നമ്മൾ ദിവസം ഒരു തവണയെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം കേട്ടോ. അതിന് അറബി അറിയാത്തവരും മലയാളത്തിൽ പറഞ്ഞാലും മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മലക്കുകളെ പിന്നെ എന്താ പറയുക, കാവലുണ്ടാവും. ലോകത്തുള്ള എല്ലാ മുഅ്മിനുകളുടെയും മുഅ്മിനാത്തുകളുടെയും പൊരുത്തം നമുക്കുണ്ടാവും. അത് കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലല്ലേ. പിന്നെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മളെ കൂടെ തന്നെ അവർക്കും കൂടെ പറഞ്ഞ് ദുആ ചെയ്യണം. അപ്പോൾ ഞാനിന്ന് വന്നൊരു വീഡിയോ എന്താ അറിയുക, പിന്നെ രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ നമുക്കില്ല ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആയില്ല നമ്മൾ രാത്രിയിൽ പതിവാക്കുകയാണെങ്കിൽ നമുക്കില്ല രാത്രി മുഴുവൻ നമസ്കരിച്ച് പ്രതിഫലം കിട്ടും. ഒരു ചെറിയൊരു ആയത്താണ് കേട്ടോ, ഖുർആനിലെ ആയത്താണ്. ആ ആയത്ത് പിന്നെ നമ്മൾ ഓതുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, നിയ്യത്ത് വെക്കണം കേട്ടോ. ആ നിയ്യത്ത് വെച്ച് നമ്മൾ രാത്രിയിൽ കഴിയുന്നത്ര തവണ 7 തവണയോ 3 തവണയോ 7 തവണയോ 11 തവണയോ നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അത് സ്ഥിരമാക്കുക. ഇന്ന് 7, നാളെ 3, മറ്റന്നാൾ 11, അങ്ങനെ ചെയ്യരുത്. എത്രയാണോ ഓതുന്നത്, നിങ്ങൾക്ക് 3 പറ്റുമെങ്കിൽ 3 ഓതുക. അത് തന്നെ ജീവിതത്തിൽ പതിവാക്കുക. അല്ലെങ്കിൽ 11 ആണെങ്കിൽ 11, 7 ആണെങ്കിൽ 7, 21 ആണെങ്കിൽ 21, നിങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ നിങ്ങൾ പതിവാക്കുക. ഈ ഒരു ആയത്ത് നമ്മൾ രാത്രി പതിവാക്കണമെന്നുണ്ടല്ലോ, പിന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം കിട്ടും. അപ്പോൾ അത്രമാത്രം അല്ലേ. അത് പിന്നെ നമ്മൾ രാത്രി മുഴുവൻ നമസ്കരിക്കാൻ നമ്മളെക്കൊണ്ട് ഒരിക്കലും കഴിയൂല അല്ലേ. പിന്നെ റസൂലൊക്കെ രാത്രി മുഴുവൻ നമസ്കരിച്ച ചരിത്രമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഈ ഒരു ആയത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസ്സാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ഒരു ആയത്ത് നമ്മളില്ല തെറ്റുകൂടാതെ മഹ്റജ് അനുസരിച്ച് നമ്മൾ പിന്നെ ഓതുക. എത്ര നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ 3 ആണെങ്കിൽ 3, 7 അല്ലെങ്കിൽ 11 ഇഷ്ടമുള്ള തവണ നിങ്ങൾ ഓതുക കേട്ടോ. ഓതുന്നത് മുറുകെ പിടിക്കുക കേട്ടോ. അപ്പം നമ്മൾ റബ്ബിനോട് ആദ്യം പറയണം, റബ്ബേ ഞാൻ ഇന്ന ആയത്ത് ഓതുന്നുണ്ട്, ഇതിൻ്റെ പ്രതിഫലം കൊണ്ട് എനിക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ച് പ്രതിഫലം നൽകണേന്ന് പറയുക. അതേപോലെ തന്നെ നമ്മളെല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാനും ഞങ്ങളെല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാനും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ കടം നീങ്ങിക്കിട്ടാനും അതേപോലെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടണേ എന്നുള്ള നിയ്യത്ത് വെച്ച് ഓതിയാൽ അതും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആ ഒരു കാര്യം കൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പതിവാക്കട്ടോ. ചെറിയൊരായത്താണല്ലോ, യാ അയ്യുഹല്ലദീന ആമനു വസ്ബിറു വസ്സാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഈ ഒരായത്ത് നമ്മൾ എന്താ പറയുക, കഴിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. മക്കളെ കൊണ്ട് പതിവാക്കിക്കുക. അതേപോലെ പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ 5 വക്ത് നിസ്കാരമില്ല ഫർള നമ്മുടെ പേരിൽ നിർബന്ധമായ കാര്യമാണ് 5 വക്ത് നിസ്കാരം. അത് കളാക്കുക. അത് കൃത്യസമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ കളാകുന്നതിന് മുമ്പായിട്ടെങ്കിൽ നമ്മൾ നമസ്കരിക്കുക. എവിടെ പോയാലും നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇന്ന സ്ഥലത്ത് പോയി നിസ്കരിക്കാൻ പറ്റിയില്ല എന്ന് പറയാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഏത് ലോകത്ത് പോയാലും നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അൽഹംദുലില്ലാഹ്, തന്നെ വലിയ അനുഗ്രഹമാണ്. ഇപ്പം അതേപോലെ തന്നെ ദിക്റുകളും സ്വലാത്തും പിന്നെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക. പിന്നെ മറ്റൊരാളോട് വെറുപ്പില്ലാതെ, മറ്റൊരാളോട് പകയില്ലാതെ, മറ്റൊരാളോട് എന്താ പറയുക, വിദ്വേഷമില്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ ജീവിച്ചാൽ തന്നെ നമുക്ക് റബ്ബ് നമ്മളെ കൈവിടില്ല. കഴിയുന്നവരെ സഹായിക്കുക. 10 റുപ്യ ഉണ്ടെങ്കിൽ 10 റുപ്യ, 1 രൂപയെങ്കിലും നമ്മൾ സദക്ക ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിക്കിട്ടും, അപകടങ്ങൾ നീങ്ങിക്കിട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഈ ഒരായത്ത് നിങ്ങൾ പിന്നെ രാത്രിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തവണ ചെല്ലട്ടോ. അതേപോലെ ദുആയിൽ ഉൾപ്പെടുത്തണം എല്ലാവരോടും പറയാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ നന്മ പ്രചരിപ്പിച്ചാൽ നന്മ മറ്റുള്ളവർക്ക് കൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം കൊണ്ട് നമുക്ക് അള്ളാഹു ചെറിയ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.